നമസ്കാരം. ഫാർമേഴ്സ് ഫ്രണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കൃഷി രീതികൾ, കൃഷി പരിചരണം, അതിനെക്കുറിച്ചെല്ലാം നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടുണ്ടാവണം. നമ്മൾ ആദ്യമായി സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് വേനൽക്കാല ചൂടിൽ നിന്ന് എങ്ങനെ ചെടികളെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതികഠിനമായ ശൈത്യമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ തോട്ടങ്ങളിലും തന്നെ നെറ്റ് കെട്ടാനും വെള്ളം നനയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചൂട് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ചെടികൾ ഭയങ്കര സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. അതായത് കാ പിടിക്കുന്ന മടുപ്പ്, ചിമ്പടിക്കുന്നത് വളരെ കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വേനൽക്കാല സംരക്ഷണത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാന പ്രശ്നമാണ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും തണ്ടുവരപ്പിന്, ചൊറിയ, ഊരന്, ഫിസേറിയം, അങ്ങനെ വല കിട്ടി പല പല പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഘടകം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ട്രിപ്സ്, ബോറിനൊക്കെ കറക്റ്റ് ടൈമിങ്ങിൽ മരുന്നടിക്കുക. ഇപ്പോൾ 25 ദിവസം കൂടുമ്പോൾ മരുന്നടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ 20 ദിവസം കൂടുമ്പോൾ അടിക്കുക. കാരണം ആ ഒരു ടൈം ഗ്യാപ്പ് കുറയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കണ്ടുവരുന്നൊരു മറ്റൊരു രീതിയാണ് ഇപ്പം ന്യൂ മോളിക്യൂൾസ് ആയാലും ജനറിക് കെമിക്കൽസ് ആയാലും എല്ലാം ഡോസ് കൂട്ടി സ്പ്രേ ചെയ്യുന്ന രീതി. അപ്പോൾ ഇത് ചെയ്യുന്നതുകൂടി ചെടിക്ക് വളരെയധികം ദോഷകരമായിട്ട് അത് ബാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മിനിമൽ ഡോസിലുള്ള കെമിക്കൽസ് ഡോസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കില്ലിംഗ് റേറ്റ് ഒരു പരിധിയിൽ കൂടുതൽ കൂടത്തില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നീടൊരു സമയത്ത് ഈ കെമിക്കൽ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്യും. അപ്പോൾ ഒരിക്കലും അത് റിസൾട്ട് ലഭിക്കാതെ വരും. ഇതിനെ നമ്മൾ റിസർജൻസ് എന്നൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പനിയോ ചുമയൊക്കെയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് മരുന്ന് ലഭിക്കാറുണ്ട്. പക്ഷെ അത് മരുന്ന് കഴിക്കുന്നതിന് കൃത്യമായ ഒരു അളവുണ്ട്. അളവിൽ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് കൂടുതലായിട്ട് ബാധിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെയാണ് ചെടികളുടെ അവസ്ഥ. ഇപ്പം നമ്മളൊരു മരുന്ന് അളവിൽ കൂടുതൽ അടിക്കുമ്പോഴത്തേക്ക് അത് ചെടിക്ക് താങ്ങാനാവാതെ പിന്നെ മുന്നോട്ടുള്ള വളർച്ചയിലും അത് നന്നായിട്ട് ബാധിക്കും. അത് നമ്മുടെ ഉൽപ്പാദനത്തിന് ബാധിക്കും. പല പല പ്രശ്നങ്ങൾ വരാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മിനിമൽ ഡോസിലടിക്കുക. ഇതിന് നമുക്കൊരു പരിഹാര മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ലാഗ് കുറയ്ക്കുക. അതായത് മരുന്നടിക്കുന്നതിൻ്റെ ഗ്യാപ്പ് കുറയ്ക്കുക. ഇപ്പോൾ ഒരു കെമിക്കൽ കറക്റ്റ് അളവിൽ തന്നെ 25 ദിവസം കൂടുമ്പോൾ അടിക്കുന്നത് 20 ദിവസത്തിലേക്കാണ്. നമ്മുടെ ഈ മാസം ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ ഈ മാസം ചെയ്യേണ്ട കീടനാശിനികൾ, കുമിൾനാശിനികൾ, അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം തുടർന്നും നിങ്ങൾക്ക് വീഡിയോ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്